മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ ഏതാണ്ട് അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഫിഷറീസ് വകുപ്പ് കോൺഗ്രസ് കൈവശം വെച്ചിരുന്ന ഫിഷറീസ് വകുപ്പ് ഇതാ ലീഗിന് കൈമാറുന്നു എന്നുള്ളതാണ്. ഉന്നത വിദ്യാഭ്യാസം ലീഗ് ആവശ്യപ്പെട്ട് നൽകില്ല, അത് കോൺഗ്രസ് തന്നെ നിലനിർത്തും. ഇങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി എത്തുന്നത്. എന്തായാലും നൃപൻ ചക്രവർത്തി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. നൃപൻ, ഈ വകുപ്പ് വിഭജനം ഇത്രയേറെ ഭിന്നതകൾക്കും തർക്കത്തിലും ഒടുവിൽ വകുപ്പ് വിഭജനം പൂർത്തിയാക്കിയാൽ പോലും ഇനിയുള്ള സംഘർഷം അല്ലെങ്കിൽ തർക്കം രൂക്ഷമാണെന്ന് സൂചന നൽകുന്നതാണ് ഈ ഫിഷറീസ് ലീഗിന് നൽകുന്ന നടപടി. ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസിന് എന്തൊക്കെയാണ് വകുപ്പ് വിഭജനത്തിലെ ആകെ ചിത്രം? അജിംഷാദ്, രണ്ട് കാര്യങ്ങളാണ് നമുക്കിപ്പോൾ സ്ഥിരീകരിച്ച് പറയാൻ കഴിയുക. ഒന്ന്, ഈ പറയുന്ന വകുപ്പ് വിഭജനം പൂർത്തിയാക്കി പൂർണ്ണമായി ഗവർണർക്ക് പട്ടിക കൈമാറിയിട്ടുണ്ട്. ഉടൻ തന്നെ സംസ്ഥാനത്തെ അടുത്ത 5 വർഷക്കാലത്തെ മന്ത്രിമാരുടെ വകുപ്പുകൾ എന്തൊക്കെയാണ് എന്ന ഔദ്യോഗികമായിട്ടുള്ള വിജ്ഞാപനം പുറത്തിറങ്ങും. രണ്ടാമത്തെ കാര്യം, ചില സൂചനകൾ പുറത്തു വരുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്തിട്ടുണ്ട്. അത് റോജി എം ജോൺ ആയിരിക്കും കോൺഗ്രസിൻ്റെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി. ഫിഷറീസ് ഗ്രാമവികസന വകുപ്പുകൾ ലീഗിന് കൈമാറി എന്നത് സൂചന മാത്രമാണ്. അതിൻ്റെ സ്ഥിരീകരണം വരാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഏത് തരത്തിലുള്ള ഒത്തുതീർപ്പാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം വിജ്ഞാപനം പുറത്തു വരണം. ചില സൂചനകൾ കൂടി ഇനി പുറത്തു വരാനുണ്ട്. കാരണം ലീഗ് ഗ്രാമവികസനവും ഫിഷറീസും ചോദിച്ചു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. അത് വർഷങ്ങളായി കോൺഗ്രസ് തന്നെ കൈവശം വച്ചിരുന്ന വകുപ്പാണ്. അത് ലീഗ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി വരെയുള്ള ചർച്ചകൾ അത് തന്നെയായിരുന്നു. അവസാനം അന്തിമ തീരുമാനത്തിലെത്തിയപ്പോൾ ആ വകുപ്പുകൾ നൽകിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, AP അനിൽകുമാറിന് ആദ്യം നിശ്ചയിച്ചിരുന്നത് ഈ ദേവസ്വവും ഒപ്പം തന്നെ ആരോഗ്യവുമായിരുന്നു. അത് രണ്ടാമത് K മുരളീധരനിലേക്ക് കൈമാറി. അത് K മുരളീധരൻ കടുത്ത വാശി പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നേതാക്കൾ തന്നെ ഇടപെട്ടാണ് അദ്ദേഹത്തിന് 2 വകുപ്പും കൊടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ KC വിഭാഗം ഇതോടെ ഇടഞ്ഞു. അതിന് തൊട്ട് പിന്നാലെ ചർച്ചകൾ വീണ്ടും നടന്നു. ഇപ്പോൾ ഒരു അനുനയം എന്ന നിലയ്ക്ക് ആരോഗ്യവകുപ്പ് K മുരളീധരൻ നൽകും. പക്ഷേ ദേവസ്വം തിരിച്ച് AP അനിൽകുമാറിലേക്ക് കൈമാറി. അതായത് മുരളീധരന് ഇത് സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അനൗദ്യോഗികമായി യോഗം വിളിച്ച് ക്ഷേത്രങ്ങളുടെയും മറ്റ് ഭരണ ചുമതല സംബന്ധിച്ചൊക്കെ കൂടിയാലോചന അടക്കം K മുരളീധരൻ നടത്തിയതാണ്. അദ്ദേഹം ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണെന്ന് അദ്ദേഹത്തെ വിശ്വസ്തരെയും ഉദ്യോഗസ്ഥരെയൊക്കെ അറിയിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ദേവസ്വം വകുപ്പ് എടുത്ത് വീണ്ടും AP അനിൽകുമാറിന് നൽകി എന്നതാണ് പുതിയ വിവരം. മറ്റൊന്ന് OJ ജനീഷിനാണ്. OJ ജനീഷിന് നേരത്തെ സ്പോർട്സും യുവജന കാര്യവുമായിരുന്നു. അതിനൊപ്പം തന്നെ ഒരു വകുപ്പ് കൂടി, ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൂടി ആദ്യം മന്ത്രിസഭയിലെത്തുന്ന ഏറ്റവും ജൂനിയറായിട്ടുള്ള ഈ മന്ത്രിസഭയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അപ്രതീക്ഷിതമായി മന്ത്രിസഭയിലെത്തിയ തൃശ്ശൂരിൽ നിന്നെത്തിയ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷിന് തൊഴിൽ വകുപ്പ് കൂടി കിട്ടുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അന്തിമ വിജ്ഞാപനം വരുന്നത് വരെ ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പരന്നുകൊണ്ടിരിക്കും. പക്ഷേ കൈമാറി മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് തന്നെ വിജ്ഞാപനം പുറത്തിറങ്ങും. അതൊരു സാങ്കേതികമായ ഈ നടപടിക്രമങ്ങൾ മാത്രമാണ്. സാധാരണ മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് വകുപ്പുകൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഗവർണർ അത് അംഗീകരിച്ച് ഉത്തരവാകുന്നതാണ് രീതി. അതുകൊണ്ട് ഉടൻ തന്നെ അതിൻ്റെ അംഗീകാരം ലഭിക്കും. സർക്കാർ ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങും. അജിംഷാദ്, തീർച്ചയായും. അപ്പോൾ ഇപ്പോൾ നമുക്ക് തീർത്തും പറയാവുന്ന ചില സൂചനകൾ, വ്യക്തമാകുന്ന സൂചനകൾ എന്നത് ആരോഗ്യം K മുരളീധരന്, ദേവസ്വം AP അനിൽകുമാറിന്, ഒപ്പം OJ ജനീഷിന്, യുവജന കാര്യവും സ്പോർട്സും, ഉന്നത വിദ്യാഭ്യാസം റോജി എം ജോണിന്. ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഒരുപക്ഷെ ഈ ഫിഷറീസ് വകുപ്പിൻ്റെ കാര്യത്തിൽ ലീഗിന് ലഭിച്ചു എന്നാണ് സൂചനകൾ. അപ്പോൾ ഈ പട്ടിക എന്തായാലും പൂർണ്ണമാക്കി വകുപ്പ് വിഭജിച്ച് ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി ഗസറ്റ് വഴി ഇറങ്ങുക എന്നതാണ് അതിൻ്റെ കൺവെൻഷണൽ രീതി, അല്ലേ നൃപൻ ചക്രവർത്തി? തീർച്ചയായും ഇക്കാര്യത്തിൽ ഇത് സ്വാഭാവികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഇതിൻ്റെ ബാക്കിയുള്ളത്. ഇത് തീരുമാനിച്ചപ്പോൾ അവസാനം ഏത് തരത്തിലുള്ള അനുനയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫോർമുല രൂപീകരിച്ചത്? ലീഗിന് ഫിഷറീസ് നൽകിയിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് അത് അവർ വഴങ്ങിയത്? പകരം സാമൂഹ്യനീതി വകുപ്പ് ഈ LSGDക്കൊപ്പം ഈ KM ഷാജിക്ക് വേണമെന്ന ആഗ്രഹം ലീഗ് മുന്നോട്ട് വച്ചിരുന്നു. അതിലെന്തെങ്കിലും ധാരണയായിട്ടുണ്ടോ? എം ലിജുവിന് നേരത്തെ പറഞ്ഞിരുന്ന എക്സൈസ് വകുപ്പിനൊപ്പം തന്നെ സഹകരണ വകുപ്പ് എന്ന പ്രധാനപ്പെട്ട വകുപ്പ് കൂടി എം ലിജുവിന് ലഭിച്ചിരിക്കുന്നു. മന്ത്രിസഭ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കൊരു പൊതുവിവരം പറഞ്ഞാൽ ഇങ്ങനെ പറയാം. അത് സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് ലഭിക്കുന്ന സൂചന അനുസരിച്ച് മുഖ്യമന്ത്രി VD സതീശൻ, അദ്ദേഹം ധനകാര്യം, നിയമം, ഒപ്പം തന്നെ പൊതുഭരണം, ഒപ്പം തുറമുഖം, ഒപ്പം തന്നെ സമ്പൂർണ്ണ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിന് വിജിലൻസ് ചുമതലയുള്ള ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന, പോലീസ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രിയായി കോൺഗ്രസിൻ്റെ രണ്ടാമനായി രമേശ് ചെന്നിത്തല,
മൂന്നാമനായി സണ്ണി ജോസഫ്, അദ്ദേഹത്തിന് റവന്യൂ വകുപ്പാണ് ലഭിക്കുക. നേരത്തെ തന്നെ ധാരണയായിട്ടുണ്ട്, അദ്ദേഹത്തിന് ആ വകുപ്പ് ലഭിക്കും. മറ്റൊന്ന് എം ലിജുവിന് നമ്മളിപ്പോൾ വന്നതാണ്, സഹകരണവും എക്സൈസും അദ്ദേഹമായിരിക്കും കൈകാര്യം ചെയ്യുക. പി കെ കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ കൈകാര്യം ചെയ്ത IT-യും വ്യവസായവും അദ്ദേഹത്തിന് ലഭിക്കും. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വൈദ്യുതി ഇപ്പോൾ AP അനിൽകുമാറിനാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ദേവസ്വം വകുപ്പ് കൂടി ലഭിക്കും. ഒപ്പം നമ്മൾ കൂട്ടിച്ചേർക്കാനുള്ളത് കെ മുരളീധരന്. AP അനിൽകുമാറിനെ പറയുമ്പോൾ കെ മുരളീധരനും AP അനിൽകുമാറും തമ്മിലായിരുന്നു തർക്കമുണ്ടായത്. കെ മുരളീധരന് ഇപ്പോൾ ലഭിക്കുക ആരോഗ്യ വകുപ്പാണ്. അദ്ദേഹത്തിന് ജനങ്ങളുമായി ബന്ധമുള്ള 2 വകുപ്പുകളും വേണം എന്നതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്. ഒന്ന് പ്രധാനമായി ആരോഗ്യം വേണം. ഒപ്പം തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന വലിയ വിവാദങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന ദേവസ്വം വകുപ്പ് അത് അദ്ദേഹത്തിന് തന്നെ കിട്ടണം എന്നതായിരുന്നു കെ മുരളീധരൻ ആവശ്യപ്പെട്ടത്. പക്ഷേ അത് അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്നതാണ്. റോജി M ജോണിന് ഉന്നത വിദ്യാഭ്യാസമാണ്. OJ ജനീഷിന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് യുവജന ക്ഷേമവും സ്പോർട്സിനും ഒപ്പം തന്നെ തൊഴിൽ വകുപ്പിൻ്റെ ചുമതല കൂടി അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. മന്ത്രിമാരുടെ പട്ടിക പരിശോധിക്കുമ്പോൾ നേരത്തെ ഇതിൽ നിന്ന് മാറ്റം വരുന്നത്, ഇപ്പോൾ ടി സിദ്ദിഖിന് നേരത്തെ വനമായിരുന്നു, പക്ഷേ വനം വകുപ്പല്ല, അതിന് പകരം ടി സിദ്ദിഖിന് ലഭിക്കുക കൃഷിയാണ്. വനം വകുപ്പ് ഷിബു ബേബി ജോണിനാണ് വരിക. അനൂപ് ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടി സർക്കാരിൽ ലഭിച്ചിരുന്ന 2.5 വർഷമാണ് ഇത്തവണ ലഭിക്കുക എന്ന ഒരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ജേക്കബ് വിഭാഗത്തിന് 5 വർഷത്തെ മുഴുനീള മന്ത്രിയായിരുന്നു. ഇപ്രാവശ്യം അദ്ദേഹത്തിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പാണ് ലഭിക്കുക. പക്ഷേ 2.5 വർഷം മാത്രമായിരിക്കും. 2.5 വർഷം കഴിഞ്ഞിട്ട് മാണി സി കാപ്പനായിരിക്കും ആ ചുമതല നൽകുക. ജോസഫ് വിഭാഗത്തിൻ്റെ മന്ത്രി മോൻസ് ജോസഫാണ്. അദ്ദേഹത്തിന് ജലവിഭവ വകുപ്പിൻ്റെ ചുമതലയാണ് നൽകുക. നേരത്തെ തന്നെ ധാരണയായതാണ്. ഒപ്പം തന്നെ ക്യാബിനറ്റ് റാങ്കുള്ള ചീഫ് വിപ്പ് പദവിയും അദ്ദേഹത്തിന് ലഭിക്കും. ഘടകകക്ഷികളിൽ മറ്റൊരാൾ CP ജോണാണ്. അദ്ദേഹം നേരത്തെ സഹകരണം ആവശ്യപ്പെട്ടിരുന്നു. സഹകരണ വകുപ്പ് കപ്പിനും ചുണ്ടിനും ഇടയിൽ CP ജോണിന് നഷ്ടമായി. അതിന് പകരം അദ്ദേഹത്തിന് ഗതാഗതം, ട്രാൻസ്പോർട്ട്, പൊതുഗതാഗതം, KSRTC അടക്കമുള്ള വകുപ്പ് ആണ് അദ്ദേഹത്തിന് ലഭിക്കുക. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ നേരത്തെ അറിയാവുന്നതാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. അങ്ങനെയാണ് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള ഘടന ലഭിക്കുക. ടൂറിസം വകുപ്പ് PC വിഷ്ണുനാഥിനാണ് ലഭിക്കുക. നേരത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് PC വിഷ്ണുനാഥിന് ലഭിക്കുമെന്ന് സൂചനയുണ്ടായിരുന്നു. പക്ഷേ അതല്ല. നേരത്തെ തന്നെ ബിന്ദു കൃഷ്ണയ്ക്ക് വനിതാ ശിശു സംരക്ഷണം, സാമൂഹ്യ നീതി വകുപ്പ് ഇതായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതാണ് KM ഷാജി സാമൂഹ്യ നീതി വകുപ്പ് ചോദിച്ചിട്ടുള്ളത്. അത് കൈമാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അത് സംബന്ധിച്ചും ഇനി വ്യക്തത വരാനുണ്ട്. അങ്ങനെ വകുപ്പുകൾ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ലീഗിൻ്റെ വകുപ്പുകൾ നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അങ്ങനെ ബാക്കി വകുപ്പുകളെ സംബന്ധിച്ച് വലിയ തർക്കം ഉണ്ടായിരുന്നില്ല. തർക്കം വന്ന വകുപ്പുകൾ ഉന്നത വിദ്യാഭ്യാസം ഏറ്റെടുക്കുമ്പോൾ ലീഗിന് ഫിഷറീസും ഗ്രാമവികസനവും തിരിച്ചു നൽകുമോ എന്നതാണ്. കെ മുരളീധരൻ്റെ വകുപ്പ് AP അനിൽകുമാറിൻ്റെ വകുപ്പും തമ്മിൽ വച്ചുമാറുമോ എന്നതാണ്. ബാക്കി വരുന്ന ഈ OJ ജനീഷിനടക്കമുള്ള താരതമ്യേന ജൂനിയറായ മന്ത്രിസഭയിൽ ആദ്യമായി MLA ആയ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷിന്, അദ്ദേഹം KC വേണുഗോപാലിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൂടി ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് യുവജനക്ഷേമം, അതായത് ചാണ്ടി ഉമ്മനെ പരിഗണിച്ചിരുന്ന യുവ നേതാവ് എന്ന നിലയിൽ പരിഗണിച്ചിരുന്ന ആ വകുപ്പിലേക്ക് OJ ജനീഷ് വന്നു. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ ലഭിച്ചിരിക്കുകയാണ്. അജിം ഷാ. തീർച്ചയായും. അതായത് ഇപ്പോൾ വിജിലൻസോടുകൂടി തന്നെ ആഭ്യന്തരം ചെന്നിത്തലയ്ക്കാണ് അതായത് ഉറപ്പായി ഈ തുറമുഖത്തിൻ്റെ കാര്യത്തിൽ. കാരണം നേരത്തെ തർക്കം നിലനിന്നിരുന്നായിരുന്നു. മുഖ്യമന്ത്രി ഹോൾഡ് ചെയ്യുന്ന വകുപ്പുകളിൽ തുറമുഖം വകുപ്പ് എന്തായാലും VD സതീശൻ തന്നെ കൈകാര്യം ചെയ്യും അല്ലേ? അങ്ങനെയാണ് അറിയാനാകും. തുറമുഖ വകുപ്പിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ധനകാര്യത്തിനൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖം അടക്കം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ ഒരു വകുപ്പായി തുറമുഖ വകുപ്പ് മാറുകയാണ്. അത് മുഖ്യമന്ത്രി തന്നെ കൈവശം വയ്ക്കും എന്ന കാര്യത്തിൽ പിടിവാശി VD സതീശൻ നേരത്തെ തന്നെ യോഗങ്ങളിൽ എടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായി രമേശ് ചെന്നിത്തലയുമായി ധനകാര്യവും ഒപ്പം തന്നെ ഈ പറഞ്ഞ ആഭ്യന്തരവും തമ്മിലുള്ള തർക്കം നടന്നപ്പോൾ അദ്ദേഹം തുറമുഖ വകുപ്പ് കൂടി VD സതീശൻ ഏറ്റെടുത്തു. അതിനെതിരെ KC വേണുഗോപാൽ രംഗത്ത് വന്നിരുന്നു. AP അനിൽകുമാറിന് തുറമുഖ വകുപ്പ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അത് നടന്നില്ല. ഇപ്പോൾ മുരളീധരനാണ് നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ധനകാര്യമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ്. കാരണം എല്ലാ ഫയലുകളും ഒരു മൊട്ടുസൂചി വാങ്ങണമെങ്കിൽ തന്നെ ധനകാര്യ വകുപ്പിൻ്റെ മുന്നിൽ ഒരു ഫയൽ എത്തണം. അതായത് മുഖ്യമന്ത്രിയാണ് അത് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സമ്പൂർണ്ണ അധികാരം സ്വാഭാവികമായും ഇപ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് നിക്ഷിപ്തമാവുകയാണ്. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കപ്പെടേണ്ടതും അടുത്ത് വരുമാനം കിട്ടുന്നതുമായിട്ടുള്ള
തുറമുഖ വകുപ്പ്, വിഴിഞ്ഞം പോലുള്ള തുറമുഖത്തിൻ്റെ വകുപ്പ് കൂടി മുഖ്യമന്ത്രിയിൽ വരുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന് പൊതുഭരണത്തിൻ്റെ വകുപ്പ് സ്വാഭാവികമായി ഉള്ളതാണ്. നിയമവകുപ്പ് കൂടി, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് തന്നെ നമുക്ക് വി.ഡി. സതീശൻ്റെ വകുപ്പുകളെക്കുറിച്ച് പറയാം. കാരണം അടുത്ത് അദാനിയുമായി സഹകരിച്ച് പൊന്നാനി പുതിയ തുറമുഖം വരുന്നു. ഇതൊരു മദർ ഷിപ്പ് പോർട്ടായി മാറും. അപ്പുറത്ത് തമിഴ്നാടുമായി ബന്ധപ്പെട്ട പോർട്ട്, അങ്ങനെ ഒരു കേന്ദ്രമായി വിഴിഞ്ഞം മാറുമ്പോൾ വിഴിഞ്ഞം തുറമുഖം കൈവശം വയ്ക്കുന്ന തുറമുഖ വകുപ്പ് വി.ഡി. സതീശൻ്റെ കയ്യിലേക്ക് തന്നെ സുരക്ഷിതമായി അവസാനം തർക്കങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് എന്നതാണ്. അതിലെന്തെങ്കിലും മാറ്റം വരുത്താനുള്ള ചർച്ചകൾ ഇന്നലെ രാത്രി നടന്നിരുന്നു. അതിൽ മാറ്റം വന്നിട്ടുള്ളതായിട്ടുള്ള ഒരു സൂചനയും ഇപ്പോഴും പുറത്തു വരുന്നില്ല. അജിംഷാദ്.